ഈ ടേം ഒരു ഒരു ലവ് ജിഹാദ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ ഓരോ സ്ത്രീകൾക്കെതിരെയും ഇവര് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ തന്നെ അടുത്ത ഒരു സുഹൃത്തിന്റെ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഹസ്ബൻഡ് വീട്ടില് കുറെ കാലം വിട്ടു നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോ വേറെ സ്ഥലത്ത് പാലക്കാട് ജോലിക്ക് പോയി സ്ഥിരമായിട്ട് വീട്ടിൽ വരാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായപ്പോ അവിടെ 3 സ്ത്രീകൾ സ്ഥിരമായിട്ട് വരികയും ആ സ്ത്രീകള് അവരുടെ വരി എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഒരു സാധാരണ അടുത്ത് അവരുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയും അവരുടെ കൂടെ ഉണ്ടായിരുന്നോണ്ട് അവരുടെ പരിചയക്കാരാണ് ആദ്യം എന്ന് വിചാരിച്ചു. ആ പരിചയത്തിലൂടെ പരിചയപ്പെട്ടു വന്നു, ഞങ്ങൾ അറിയുന്നവരാണെന്നൊക്കെ പരിചയപ്പെട്ടു. പിന്നെ വരുന്നതൊക്കെ ഈ അയൽവാസി സ്ത്രീ അല്ലാത്ത മറ്റ് സ്ത്രീകൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വൈഫ് വിചാരിച്ചത് ഇവര് വരുന്നത് സാധാരണ ഇങ്ങനെ സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ ബസ് സ്റ്റോപ്പില് ഇവരുടെ എന്റെ സുഹൃത്തിന്റെ മകള് അവിടെ നിൽക്കുമ്പോ, ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരാണ് എന്റെ ഈ സുഹൃത്ത് എന്ന് പറയുന്നത്, വലിയ സഖാവാണ്. ഈ സഖാവിന്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വല്ല സംഘികളുടെ കാര്യമാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ഈ സഖാവിന്റെ കുട്ടി ഒരിക്കല് സഖാവ് പാലക്കാട് നിന്ന് വന്ന സമയത്ത് ചോദിച്ചു, അച്ഛാ ഞാന് യത്തീമാണോ എന്ന് ചോദിച്ചു. അപ്പം ഇവൻ തിരിച്ചു ചോദിച്ചു, യത്തീം എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ അർത്ഥം എന്താന്ന് അറിയോന്ന് ചോദിച്ചു. ഇല്ല എനിക്കറിയില്ല, ഞാൻ യത്തീമാണെന്ന് പിന്നെ നമ്മളെ വീട്ടിൽ വരാറുള്ള ഒരു താത്ത ഇങ്ങനെ പറഞ്ഞു എന്ന്. ആരോടാണ് പറഞ്ഞത്, അതാരാണ് എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന താത്ത വേറൊരു സ്ത്രീയോട് പറഞ്ഞു, ഇതാരാണ്, ഇത് നിങ്ങളുടെ മോളാണോ എന്ന് ചോദിച്ചപ്പോ അല്ല ഇത് യത്തീമാണ് പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അവരങ്ങനെ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി സംശയം ചോദിച്ചു ഇവനോട്, ഇങ്ങനെ ഞാൻ യത്തീമാണോ എന്ന്. അപ്പം അപ്പോഴാണ് ഇവൻ വൈഫിനോട് ഈ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കുന്നതും ഈ സ്ത്രീ ആരാണ്, ഇവരെ പരിചയപ്പെടുത്തിയ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇവർ ഈ ഈ മറ്റേ സ്ത്രീ ഇങ്ങനെ പറയാനുള്ള കാരണം അതൊന്നും അറിയണമല്ലോ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു സ്ത്രീ ഒരു ബസ് സ്റ്റാൻഡിൽ വേറൊരു സ്ത്രീയെ കണ്ടപ്പോ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണെന്നുള്ളത് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞതെന്ന് അന്വേഷിച്ച് പുറകിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് കൃത്യമായിട്ട് PFIയുടെ ഈ വനിതാ വിങ്ങിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്കകത്ത് തന്നെയുള്ള ആളുകളെ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക. വെറുതെ സംഗമം വീട്ടിൽ വരുമ്പോ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു, അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു കല്യാണത്തിന് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ 2, 3, 4 തവണ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ഈ സ്ത്രീ അവിടെ ഒരു അച്ചാറ് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ട് തൊട്ടടുത്ത്, അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോവായിരുന്നു. അപ്പോ അതിനിടയ്ക്ക് അവരോട് സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ സാലറി അവർക്ക് 14,000 രൂപയാണ് സാലറി ഉള്ളത്. അപ്പൊ എന്തിനാണ് ഇവിടെ ഈ 14,000 രൂപയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്നത്? അപ്പൊ വളരെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അച്ചാർ കമ്പനിയാണ്, അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് അവർ ജോലി ചെയ്യാണ്. അപ്പൊ എന്തിനാണ് ഇവിടെ പോകുന്നത്? വേറെ ഞങ്ങൾ കോഴിക്കോട് ഇന്ന സ്ഥലത്ത് 22,000 രൂപ സാലറി നിങ്ങൾക്ക് മേടിച്ചു തരാം, നിങ്ങൾ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ചപ്പോ ഇവര് കൃത്യമായിട്ട് PFIയുടെ ഈ വനിതാ വിങ്ങിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്കകത്ത് തന്നെയുള്ള ആളുകളെ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക. വെറുതെ സംഗമം വീട്ടിൽ വരുമ്പോ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു, അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു കല്യാണത്തിന് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ 2, 3, 4 തവണ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ഈ സ്ത്രീ അവിടെ ഒരു അച്ചാറ് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ട് തൊട്ടടുത്ത്, അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോവായിരുന്നു. അപ്പോ അതിനിടയ്ക്ക് അവരോട് സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ സാലറി അവർക്ക് 14,000 രൂപയാണ് സാലറി ഉള്ളത്. അപ്പൊ എന്തിനാണ് ഇവിടെ ഈ 14,000 രൂപയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്നത്? അപ്പൊ വളരെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അച്ചാർ കമ്പനിയാണ്, അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് അവർ ജോലി ചെയ്യാണ്. അപ്പൊ എന്തിനാണ് ഇവിടെ പോകുന്നത്? വേറെ ഞങ്ങൾ കോഴിക്കോട് ഇന്ന സ്ഥലത്ത് 22,000 രൂപ സാലറി നിങ്ങൾക്ക് മേടിച്ചു തരാം, നിങ്ങൾ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ചപ്പോ ഇവര് പറഞ്ഞു, എനിക്ക് കോഴിക്കോട് വരെ വന്നിട്ട് ഇനി പോകാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നു പോകാന്നൊക്കെയുള്ള സൗകര്യം കൊണ്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് സിറ്റി സെന്റേഴ്സിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല
എന്നൊക്കെ പറഞ്ഞ് ഒരു ഏതോ ബിൽഡേഴ്സിൽ ജോലിയൊക്കെ ഇന്ന് ഞങ്ങൾ പറഞ്ഞ അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇവര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ സഖാവ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അന്വേഷിച്ചു പോയി ഈ സ്ത്രീയെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ തിരിച്ചറിയുന്നില്ല എന്നുള്ളൂ. ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഹസ്ബൻഡ് ജീവിച്ചിരിക്കെ ഇവരുടെ വീട്ടിൽ വന്നു പോകുന്ന ഒരു ആളെ കുറിച്ച് ഇത്ര സീരിയസ് ആയിട്ട് അന്വേഷിക്കാന് ഈ സഖാവ് മെനക്കെട്ടത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മെനക്കെടില്ല. എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ കുടുംബമായിരിക്കെ ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒറ്റ സംശയത്തിന്റെ പേരിൽ ആ കുട്ടി വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട്, ഒരു പെൺകുട്ടി ഈ രീതിയിൽ ചോദിച്ചതുകൊണ്ട് മാത്രം അച്ഛൻ അന്വേഷിച്ച് പുറകെ നടന്നിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായ ഇവിടെ പ്രവർത്തനം ഇവര് നടത്തുന്നുണ്ട്. ഇവര് ഇമോജി ഇട്ട് ചിരിച്ചാലും ശരി, അല്ലാതെ ഇട്ട് ചിരിച്ചാലും ശരി, ഇത് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയുക തന്നെ ചെയ്യും. പറയാതിരിക്കാനും ഒരു വഴിയില്ല. പല ഇൻസിഡൻസും ഇതിന്റെ പുറകിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. ഇനി പല കേസസും ഉണ്ട്. ഇത്തരം പറയുകയാണെങ്കിൽ ഒത്തിരി കേസുണ്ട് ഈ രീതിയിൽ തന്നെ വളരെ കൃത്യമായി ട്രാപ്പ് ചെയ്ത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പൊ ഗൾഫിൽ ഇതേപോലെ ഷെഫിൻ ജഹാനു കല്യാണം കഴിച്ച പോലെ തന്നെ ഒരു PFIയുടെ കോർ PFI കാരൻ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ കഥ ഞാൻ ഒന്ന് ഇവിടെ പറയാം. ഇത് ലവ് ജിഹാദ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില കേസസ്. എങ്ങനെയാണ് ഈ ലവ് ജിഹാദ് പ്രവർത്തിക്കുന്നത്? നേരത്തെ ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞു, സഖാവിന്റെ വീട്ടിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇത് എന്റെ അടുത്ത സുഹൃത്തിന്റെ കേസസിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, +2 പഠിക്കുമ്പോൾ തന്നെ ഇവര് ഒരു ചെറുക്കനായിട്ട് റിലേഷനായി. അവർ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി, നിക്കാഹൊക്കെ കഴിഞ്ഞു, പിന്നെയും മുന്നോട്ട് പോയി, ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു, PG ഒക്കെ എത്തി. അത് കഴിഞ്ഞപ്പം ഈ ചെറുക്കൻ കല്യാണത്തിന്റെ സമയത്തപ്പോ ഈ ചെറുക്കൻ വിട്ടിട്ട് പോയി, കൂളായിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ശാരീരിക ബന്ധങ്ങളും എല്ലാം ഇവരുടെ വീടുകളിലും 2 വീടുകളിലും പോകത്തക്ക രീതിയിൽ വിവാഹം കഴിഞ്ഞ ഉടമ്പടിയാണല്ലോ. നമ്മൾ ഇവിടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നത് വേശ്യ ഉടമ്പടി എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ രീതിയിൽ ഉള്ള ഒരു ഉടമ്പടി ആണത്. അപ്പൊ പ്യുവർലി അത് കല്യാണം കഴിഞ്ഞു തന്നെയാണ്. ഈ രീതിയിൽ കഴിഞ്ഞതിന് ശേഷം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നെയാണ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് വരെ അതിനൊരു കുഴപ്പമില്ലായിരുന്നു. കാരണം രണ്ടുപേര് കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു. ആസ് എ ഡിവോഴ്സ് കേസ് പോലെ അത് ഡിവോഴ്സ് ചെയ്തു. അതിനു മുൻപ്, ഈ നിക്കാഹിന് മുൻപ് ഈ പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്തു, കൊണ്ടുപോയി പർദ്ദ ഇടിപ്പിച്ച് മുസ്ലിം പേര് കൊടുത്ത് എല്ലാം ചെയ്തു കേട്ടോ. ഇതൊക്കെ ചെയ്തു. അതുവരെയും ഓക്കെയാണ്. ഇനി കൺവേർട്ട് ചെയ്തോ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ആക്കിക്കോ. അത് കഴിഞ്ഞിട്ട്, ഇപ്പൊ നേരത്തെ സഖാവിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ, അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് അവൾക്കൊരു ജോലി മർക്കസ് കോംപ്ലക്സിൽ തന്നെ കൊടുത്ത് അവളെ ടൈറ്റൻ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ. ഒരിക്കലും ഇപ്പൊ സാധാരണ അന്നൊന്നും ഈ വിഷയം, ലവ് ജിഹാദ് വിഷയമൊന്നും വലിയ രീതിയിൽ വന്നിട്ടൊന്നുമില്ല. ഞാനൊരു 15 ഇയേഴ്സ് മുമ്പുള്ള കഥയാ പറയുന്നത്. ഒന്നും വന്നിട്ടില്ല, ഒരു കേസും വന്നിട്ടില്ല. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഈ പെൺകുട്ടിയെ കൺട്രോൾ ചെയ്ത് പിടിച്ചു എന്നുള്ളതാണ്. ജോലി കൊടുത്ത് അവിടെ കൊടുത്ത്. ഒരു ദിവസം ഫോൺ വിളിച്ചപ്പം ചോദിച്ചതാണ്, എന്തിനാണ് ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നേ? ഇങ്ങോട്ട് ഫോൺ വിളിക്കരുത്. മാത്രല്ല അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ഇവളുടെ ഹിന്ദു പേര്, നമ്മളൊക്കെ ആദ്യമേ ചെറുപ്പം മുതൽ വിളിച്ചിരുന്നതുകൊണ്ട് ആ പേരാണ് അവിടെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞത്, എന്റെ ഹിന്ദു പേര് യാതൊരു കാരണവശാലും ഇവിടെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്താ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളതല്ലേ? അന്ന് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡിവോഴ്സ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞല്ലേ, പിന്നെ ഇപ്പൊ നീ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ആ ജോലി സ്ഥാപനത്തിലേക്ക് വിളിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം? അവൾ പറഞ്ഞത് വിളിക്കാൻ പാടില്ല, ഇവര് തന്ന ജോലിയാണ്. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു അത് സ്വാഭാവിക പ്രക്രിയയിൽ ഒരു ജോലി കിട്ടിയതായിരിക്കാം, ചിലപ്പം പരിചയത്തിന്റെ പേരിലാണെന്ന്. പക്ഷെ കല്യാണം കഴിച്ചത് ഒരു PFI കാരനാണെന്നും, കല്യാണം കഴിച്ചത് 3 കുട്ടികളുള്ള ഒരാള് അവന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ഇവളെ കല്യാണം കഴിച്ചത് ഒരു PFI കാരനാണെന്നും, കോർ PFI കാരനാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം കൃത്യമാണെന്ന് മനസ്സിലായി. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ചന്തു പറഞ്ഞ കൃഷിയിടം തന്നെ ആക്കി 4 ഇത്രയും കൊല്ലം കൊണ്ട് അവള് 4 കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ അതിന്റെ പുറകിൽ വേറെ കമന്റുകളൊക്കെ ഉണ്ട്, അതെനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അതിന് ശേഷം നടന്നിട്ടുള്ള
വിവിധ കാര്യങ്ങള് എങ്ങനെയാണ് ഇവര് കൺട്രോൾ ചെയ്യുന്നത് അവളുടെ തന്നെ ലൈഫിൽ അതിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിനക്ക് സെൽഫായിട്ട് ഇപ്പോ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ വേണമെങ്കിൽ തിരിച്ചു വരാലോ ഇപ്പൊ വേണമെങ്കിലും വരാലോ എന്ന് പറയാറുണ്ടെങ്കിൽ പോലും പക്ഷെ ഒരിക്കൽ അതിനകത്ത് വീണുപോയാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളി ട്രാപ്ഡും പിന്നെ ആ കല്യാണം കഴിച്ച് കൊണ്ടുപോയവൻ ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് അവൾ എന്നോട് പല സമയവും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ കൃഷിയിടം എന്ന് പറയുന്നത് സെൻസ് ചെയ്തത് ഞാൻ അപ്പോഴാണ്. ആ രീതിയിൽ മാത്രമാണ് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഈ PFIയിലെ ആളുകൾ കാണുന്നുള്ളൂ. ആ രീതിയിൽ നേരിട്ട് അനുഭവം ഉള്ളതാണ്. ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മളോട് ആളുകൾ പറഞ്ഞത് കൊണ്ട് മാത്രം മനസ്സിലായതും നേരിട്ട് കണ്ടത് കൊണ്ട് മാത്രം മനസ്സിലായ അല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ഈ രണ്ട് സംഭവം. പിന്നെ ഞാൻ വേറൊരു കേസും കൂടെ പറഞ്ഞു. അത് ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും. അപ്പൊ ഈ രീതിയിൽ കൃത്യമായ ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ റൂം നിർത്താം. എനിക്ക് സിദ്ധാർത്ഥ് അല്ല സുപ്രഭാത് വന്നിട്ടുണ്ടോ ഒന്ന് സംസാരിച്ചു.